ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ മുന്നേ പോയ മാൽഡീവ്സ് ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ് പറയാമെന്ന് വെച്ചു. അപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ടൈം നമുക്ക് കൂടുതൽ ഈ കുറേ നടന്ന് ക്ഷീണായി സിറ്റീസ് ടൗണിലൊന്നും പിടിക്കാണ്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റിസോർട്ട്, ആ റിസോർട്ടിൽ എന്തെങ്കിലും കാണാനോ കറങ്ങാനോ ഉണ്ടായിരിക്കണോ, വെറുതെ ഒരു റിസോർട്ടിൽ റൂം എടുത്ത് കിടക്കുന്നല്ലാണ്ട് ആക്ച്വലി കുറേ സ്ഥലങ്ങൾ പ്ലാൻ ആക്കിയാണ്. ടർക്കി, അസർബൈജാൻ, പിന്നെ സിറ്റി പ്ലേസസ് ഒന്നും വേണ്ടാത്തതുകൊണ്ട് അതെല്ലാം ക്യാൻസലാക്കി. അപ്പോൾ ട്രിപ്പ് ഫുള്ള് പ്ലാൻ ആക്കിയത് ഞാനായിരുന്നു. ഹസ്ബൻഡ് പേയ്മെൻറ്റിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ടുള്ളൂ. തന്നെ എല്ലാം ചെയ്തോ, ലാസ്റ്റ് എപ്പാന്ന് പോകേണ്ട ഡേറ്റ് മാത്രം പറഞ്ഞാൽ മതി എന്ന് എന്നോട് പറഞ്ഞത്. അങ്ങനെ എനിക്ക് എങ്ങനത്തെ റിസോർട്ടാണ് വേണ്ടതെന്ന് മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കൂടുതലും കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാ വേണ്ടത്, കപ്പിൾ ഓറിയന്റഡ് വേണ്ടെന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. മോനുള്ളതുകൊണ്ട് അവനക്ക് ബോറടിപ്പിക്കാത്ത ഒരു റിസോർട്ട് വേണം. ഇങ്ങനെ ഒരു റിസോർട്ട് മാൽഡീവ്സ് എക്സിസ്റ്റ് തന്നെ ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ നോക്കാന്ന് വെച്ചു. അങ്ങനെ കുറെ റിസോർട്ടെല്ലാം നോക്കി, എല്ലാത്തിനും സാധാരണ ആരെങ്കിലും ഒക്കെ ട്രിപ്പ് പോയ കാണുന്ന സെയിം കൈൻഡ് ഓഫ് റിസോർട്ട് തന്നെയാണ് ഉണ്ടായത്, അണ്ടർ വാട്ടറും ബീച്ചും. എന്നിട്ടും ഞാൻ എന്റെ സെർച്ചിങ് നിർത്തിയിട്ടില്ല. കുറേ ഇരുന്ന് പരതി ഒരു കിഡ്സ് ഫ്രണ്ട്ലി റിസോർട്ട് കിട്ടി. ആ റിസോർട്ടിൻ്റെ പേരാണ് സെൻറ്റാര മിറാജ് ലഗൂൺ. അപ്പോൾ റിസോർട്ട് സെറ്റായി. എൻ്റെ ട്രാവൽ ഏജൻസിനെ തപ്പലാണ് നെക്സ്റ്റ് പണി. അടുത്ത ചലഞ്ച് ആയിരുന്നു ഏത് ട്രാവൽ ഏജൻസി ത്രൂ ആണ് പോകേണ്ടതെന്ന്. നമ്മൾ ഏജൻസി ത്രൂ പോവാണ്ട് നമുക്കിനെ ടിക്കറ്റ് എടുത്ത് പോകാൻ ആയിരുന്നു പ്ലാൻ. ഹോട്ടൽ സർവീസിനൊരു പ്രോബ്ലം വന്നുകൊണ്ട് നമ്മളത് ഡ്രോപ്പ് ആക്കിയിട്ട് ഏജൻസി ത്രൂ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അതും ഇതുപോലെ കുറേ സെർച്ച് ചെയ്ത് ഒരു ടീമിനെ കിട്ടി. പോയ എക്സ്പീരിയൻസ് ഒന്നും നമ്മൾ നോക്കിയിട്ടുണ്ടായിട്ടില്ല. സെർച്ച് ചെയ്തപ്പോൾ ഇവരെ കിട്ടി. ഞാൻ ഇവരോട് പറഞ്ഞു എനിക്ക് സെൻറ്റാരയിലാണ് വേണ്ടത്. പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഐറ്റിനറി എല്ലാം പ്രിപ്പയർ ആക്കി തന്ന് പേയ്മെന്റ് എല്ലാം ചെയ്ത് ബുക്കായി. അവരും ഡിസ്കഷനിൽ കുറേ അവരെ സൈഡിൽ നിന്നുള്ള മാൽഡീവ്സ് റിസോർട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തന്നെ വേണം പറഞ്ഞുകൊണ്ട് കൂടുതൽ ഡിസ്കഷൻസ് ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ട്രെയിനിൽ പോയി, അവിടുന്ന് ഫ്ലൈറ്റിലേക്ക് പോയി. അങ്ങനെ മാൽഡീവ്സ് എയർപോർട്ട് എത്തി. അവിടെ നമ്മൾ റിസീവ് ചെയ്യുന്ന ആള് പ്ലക്കാർഡ് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. കൂട്ടി സെൻറ്റാരൻ്റെ സ്പീഡ് ബോട്ടിലേക്ക് പോയി വിത്തൗട്ട് എനി സിംഗിൾ ഡിലേ തീരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ട്രിപ്പിൽ. എല്ലാം ഷടപടയെ പറഞ്ഞ് നടന്ന് റിസോർട്ടിലെത്തി. അവിടെ നമുക്ക് ഒരു വാം വെൽക്കം തന്നെയായിരുന്നു തന്നത്. അപ്പോൾ നമ്മളെ വെൽക്കം ചെയ്ത ഒരാളിൽ മലയാളി ഉണ്ടായിരുന്നു. അപ്പോൾ മലയാളി ആയതുകൊണ്ട് നമ്മൾ അവനക്ക് തന്നെ എന്തായാലും വെൽക്കം ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എന്താ ഞാൻ ചോദിച്ചു. മലയാളീസ് വരുന്നത് ഭയങ്കര റെയർ ആയിട്ടാണ് അവൻ പറഞ്ഞു. കൂടുതലും ഫോറിനേഴ്സ് ആണ് വരാറുള്ളത് പറഞ്ഞു. പിന്നെ കുറേ സെലിബ്രിറ്റീസിന്റെ പേരും പറഞ്ഞു. ഫർദീൻ ഖാൻ, ഷാഹിദ് കപൂർ, പിന്നെ റീസെന്റ് ഈ റിസോർട്ടിൽ നിന്ന് ജെനീലിയ ഡിസൂസ മോന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത ഫോട്ടോസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബഗിയിൽ നമ്മൾ റിസോർട്ട് കാണിച്ചു തന്നു ഫുള്ളായിട്ട്. എൻ്റെ മോനെ തീ പാറിയ റിസോർട്ടിന് ഒരു സ്വർഗം. ഭയങ്കര കാം, പീസ്ഫുൾ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റിസോർട്ട്. അങ്ങനെ റൂമിലേക്ക് പോയി. ഞങ്ങൾ 5 days ട്രിപ്പ് ആയിരുന്നു പോയത്. 3 days ബീച്ച് വില്ലയിലും 2 days വാട്ടർ വില്ലയിലായിരുന്നു നിന്നത്. ഞങ്ങൾക്ക് കൂടുതൽ ബീച്ച് വില്ലായിരുന്നു ഇഷ്ടപ്പെട്ടത്. എന്താ സുഖം അറിയോ, കടലും നോക്കിയിരിക്കാൻ. അങ്ങനെ രാത്രി ഫുള്ള് ബാത്ത് ടബിലും ബീച്ചിലും എല്ലാം കളിച്ച് രാവിലായത് അറിഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് റൂമും അവൈലബിൾ ആണ് ഇവിടെ. ഐറ്റിനറിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. ലഞ്ചും ഡിന്നറും നമ്മൾ സെപ്പറേറ്റ് അവിടുന്ന് റെസ്റ്റോറൻറ്റിലാണ് കഴിച്ചത്. 3 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ആക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഫുഡ് കുറവാണ്, കൂടുതലും ഇറ്റാലിയൻ, മെക്സിക്കൻ, തായ് ഫുഡായിരുന്നു. ഞങ്ങൾ ഡിന്നർ ഓരോ ഡേ ഓരോ ക്യൂസിൻ ആയിരുന്നു ട്രൈ ആക്കിയത്. ഇവിടെ ഒരു വാട്ടർ തീം സെറ്റപ്പ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു റിവർ പൂൾ സെറ്റപ്പും. അവിടെ പോയി കുറേ സമയം കളിച്ച് അവിടെ നിന്ന് കുറേ സമയം സ്പെൻഡാക്കി. പിന്നെ പൂളും ഡ്രിങ്ക്സും ആയിട്ടുള്ള സെക്ഷൻ ഒപ്പരാണ്. പൂളിൽ തന്നെ ഇരുന്ന് ജ്യൂസ് കുടിക്കാൻ എന്ത് രസമായിരുന്നു എന്ന് പറയാം. പൂളിലിരുന്ന് കൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ആക്കിയാൽ മതി. ഫസ്റ്റ് വന്ന 1 day ഫുള്ളും പൂളിൽ തന്നെയായിരുന്നു സ്പെൻഡാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റായ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കുന്ന കുറേ വെറൈറ്റി ടോയ്സും ബേബി സിറ്റിങ്ങും മൂവീസും എല്ലാം ഉണ്ട്. വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് കുട്ടീനെ ഇവിടെ ഇരുത്താം. പെർ ഹവർ സിറ്റിങ്ങിന് $50 ആണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഇവനെ ആക്കിയിട്ട് പോയി. ഓന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് കരയാൻ തുടങ്ങി. പിന്നെ അവർ കോൾ ചെയ്ത് പറഞ്ഞ് കുട്ടി കരയുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓനെ എടുത്തു. ഡോളേഴ്സ് കൊടുക്കുന്നതോറും സുഖവും കൂടുതലാണ് കേട്ടോ ഇവിടെ. അപ്പം നമ്മളും അവൻ്റെ ഒപ്പരം കളിച്ചിരുന്നു. സെക്കൻഡ് ഡേ ഈവനിങ് ആയപ്പോൾ ഗസ്റ്റിനെല്ലാം ഫ്രീ ഈവനിങ് പാർട്ടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോങ്സും കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഗെയിംസും. സൺസെറ്റ് ആവുന്ന വരെ ഞാനിങ്ങനെ ഇരുന്ന് ജ്യൂസെല്ലാം കുടിച്ച് ചെറുങ്ങാൻ ഉറങ്ങുകയും ചെയ്ത്. അങ്ങനെ പിറ്റേ ഡേ ആയി. സെയിം സംഭവങ്ങൾ, ഫുഡ് അടിക്കുക, റിലാക്സ് ചെയ്യുക, പൂളിൽ കളിക്കുക. പിന്നെ ഈവനിങ് ആയപ്പോൾ ഡോൾഫിൻ ക്രൂസ് ഉണ്ടായി. അവർ നമ്മളെ ക്രൂസിൽ കൊണ്ടുപോയി.
ഡോൾഫിനെ കാണിച്ചു തരും. അതും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് ഈ ട്രിപ്പിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് സ്നോർക്കലിങ് 2 ഫോട്ടോസും എടുത്തു തരും, ഫ്രീ ആയിട്ട് പ്രിൻറ്റും ചെയ്തു തരും അവർ തന്നെ. ജെറ്റ് സ്കീയും ഉണ്ടായിന്. ജെറ്റ് സ്കീയിൽ ഹസ്ബൻഡിന് ഫാമിലിയായിട്ട് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിന്. പിന്നെ ഇവനുള്ളതുകൊണ്ട് എനിക്ക് പേടിയായി. പിന്നെ ഈ റിസോർട്ടിൽ ക്ലീൻലിനെസ്സിനെ പറ്റി പറയാണ്ട് നിൽക്കാൻ കഴിയില്ല. അത്രക്കും നീറ്റ് ആൻഡ് ക്ലീൻ, വേണമെങ്കിൽ നമുക്ക് നക്കി തുടക്കാം, അത്രക്ക് വൃത്തിയാണ്. നമ്മളും എപ്പം റൂമിൽ ഇറങ്ങുന്നോ അപ്പം ക്ലീനിങ്ങിനും വരും. നമ്മളിപ്പോൾ 10 ടൈംസാണ് ഇറങ്ങുന്നതെങ്കിൽ റൂമിൽ 10 ടൈംസ് ക്ലീൻ ചെയ്യാനും ഹൗസ് കീപ്പിംഗ് വരും. നമ്മൾ ബീച്ച് റിസോർട്ടിൽ നിന്ന് വാട്ടർ വില്ലയിലേക്ക് മാറി. അതും റൂമിൻ്റെ ഇൻറ്റീരിയറെല്ലാം സംവാട്ട് സിമിലർ ആണ്. നമുക്ക് കൂടുതലും വാട്ടർ വില്ലയിൽ പേടിയേനും ഉണ്ടായത്. മോന് ഹായ് വെള്ളം പറഞ്ഞ് ചാടുന്നുണ്ടായിന്. അതുകൊണ്ട് ഓനെ മാറ്റലായിരുന്നു അവിടുന്ന് നമ്മളെ മെയിൻ പണി. അതുകൊണ്ട് വാട്ടർ വില്ല നമുക്ക് ചെറുങ്ങനെ ടാസ്ക് ആയിരുന്നു. പിന്നെ മോൻ ഉറങ്ങിയപ്പോൾ ആണ് വാട്ടർ വില്ലയിൽ ശരിക്കും വെള്ളത്തിലെല്ലാം ഇറങ്ങിയത്. ഈ ജക്കൂസിയാ അങ്ങനെ 5 ഡേയ്സും പോയി കഴിഞ്ഞ് പോകാനുള്ള സമയമായി. വരുമ്പോൾ നല്ല സങ്കടമായിന്. അവിടെ തന്നെ നിന്നാൽ മതിയേനു എല്ലാവർക്കും. പിന്നെ ക്ലൈമറ്റ് ആലോചിക്കുമ്പോൾ നിൽക്കണ്ടെന്നും വിചാരിക്കും. സംഭവം കാണാൻ രസമുണ്ടെങ്കിലും ക്ലൈമറ്റ് ഒരു കച്ചറ ക്ലൈമറ്റ് ആണ്. നമ്മളെല്ലാവരും കരിഞ്ഞു കഴിഞ്ഞ്. ഡാർക്ക് കോംപ്ലക്ഷൻ ഉള്ള ആൾക്കാർ കൂടുതലും ഡാർക്ക് ആകും, ഫെയർ കോംപ്ലക്ഷൻ ഉള്ള ആൾക്കാർ റെഡിഷും ആവും. പോയിട്ട് വരുമ്പോഴത്തേക്ക് 1 വീക്ക് പിടിച്ചു ടാനെല്ലാം മാറാൻ. എല്ലാവരും മാൾഡീവ്സിൻ്റെ നല്ല സൈഡ് മാത്രം കാണിക്കുകയും പറയുകയും ചെയ്യുന്നതുകൊണ്ട് ഡീമെറിറ്റ്സ് എന്താണെന്ന് ഞങ്ങൾക്ക് ശരിക്കും അറിയില്ലേനു. ക്ലൈമറ്റാണ് മെയിൻ ഡീമെറിറ്റ്സ് പറയാനുള്ളത്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ രാവിലെ നമുക്ക് കോംപ്ലിമെൻ്ററി സ്നാക്സും തന്നിട്ടുണ്ടായിരുന്നു. വരുന്ന ടൈം അതും കഴിച്ചു നമ്മളെ പറഞ്ഞു വിടാൻ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു മെമ്മറബിൾ ഗുഡ് ബൈ തന്ന് നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറി എയർപോർട്ടിലെത്തി. അങ്ങനെ നാട്ടിലും എത്തി. എല്ലാവരും കണ്ട മാൾഡീവ്സ് അല്ലായിരുന്നു ഞാൻ കണ്ടത്. മാൾഡീവ്സ് എക്സ്പീരിയൻസ് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. മോർ കിഡ്സ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞാൻ എല്ലാവരും കണ്ടതിന് വെച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മാൾഡീവ്സാണ് കണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ മാൾഡീവ്സിലെ കഥ. അപ്പോൾ ശരി, ബൈ ബൈ.